സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖലഖനാകും അസ്വാജാ, വിവിധ രൂപത്തിലല്ലേ അല്ലാഹു തആല പടച്ചത്. ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ ഉദ്ധരിച്ച തഫ്സീർ അനുസരിച്ച് വിവിധ നിറവും വിവിധ രൂപവും വിവിധ ഭാഷയും വിവിധ ശൈലിയും അല്ലാഹു തആലാന്റെ സൃഷ്ടിപ്പിന്റെ ഒരു സൗന്ദര്യം നോക്ക് നിങ്ങൾ. ഒന്നിനോട് ഒക്കുന്നൊരു സൃഷ്ടിപ്പ് അല്ലാഹു നടത്തിയിട്ടുണ്ടോ? ഇല്ല. 1000 പേരുണ്ടെങ്കിൽ 1000 രൂപമല്ലേ അല്ലാഹു നൽകിയത്. ഒന്നിനോടൊക്കുന്ന രൂപം എവിടെ സഹോദരങ്ങളെ? വൈവിധ്യം അല്ലാഹു നൽകിയിട്ടില്ലേ? 100 പേര് ഒരു കടലാസിൽ അവന്റെ തള്ളവിരൽ കൊണ്ടൊരൊപ്പ് ചാർത്തിയാൽ ഒന്നിനോടൊക്കുന്നൊരൊപ്പ് 100 പേരിലോ 1000 പേരിലോ 1,00,000 പേരിലോ കോടിക്കണക്കിന് ആളുകളിലോ ഒരാളോട് ഒക്കുന്നൊരൊപ്പ് ലോകത്ത് ഇല്ലേ? ഇല്ല. ഈ വൈവിധ്യം ഖലഖനാകും അസ്വാജാ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ, എല്ലാവർക്കും ഒരേ രൂപഭാവമല്ലല്ലോ. ഓരോ നാടിനനുസരിച്ച് അല്ലാഹു ഓരോ രൂപം കൊടുത്തു, അല്ലേ? കൊടുത്തില്ലേ? ചില നാട്ടുകാർ കുറച്ച് നീളം കൂടുതലുള്ള നാട്ടിൽ, അല്ലേ? നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ വന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കും. കാരണം നമ്മളെ നാട്ടിൽ അത്ര നീളം ആൾക്കാർക്ക് ഉണ്ടാവില്ല. ചില നാട്ടിൽ ഹൈറ്റ് കുറച്ച് കൂടുതൽ, ചില നാട്ടിൽ ഹൈറ്റ് കുറവുള്ളവർ, അങ്ങനല്ലേ? ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ അങ്ങനെ. ചില നാട്ടിലെ ആൾക്കാർ എല്ലാവരും വെളുപ്പോട് വെളുപ്പ് പൈൻ്റ് അടിച്ച മാതിരി, അങ്ങനെ കുറച്ചാണ്. ചില നാട്ടിൽ പോയാൽ ഫുള്ള് കറുപ്പോട് കറുപ്പ്, അല്ലേ? അതൊക്കെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ഒരേ മോഡലിലും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലാണെങ്കിൽ ഈ സൗന്ദര്യം ഉണ്ടാകൂല. മനുഷ്യന്മാർക്കിടയിൽ തന്നെ രൂപഭാവങ്ങളിലുള്ള വ്യത്യാസം അല്ലാഹു തആല വരുത്തിയത് അല്ലാഹു തആലാന്റെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യം ബോധ്യപ്പെടുത്തി തരാനാണ്. വഖലഖനാകും അസ്വാജാ, ഓരോന്നിനും അല്ലാഹു തആല ഓരോ തരം ഇണകളെ നൽകി. എല്ലാറ്റിനും ചേരുന്നൊരു ഇണുണ്ട്, അല്ലേ? ഒരു ചെരുപ്പിനോടൊക്കുന്ന മറ്റൊരു ചെരുപ്പ്. പക്ഷെ ആ ചെരുപ്പിടുന്ന സമയത്ത് ഈ ചെരുപ്പിടാൻ പറ്റുമോ? വലത്തേക്കാലിന്റെ ചെരുപ്പ് വലത്തേക്കാലിന് ഇടണ്ടേ? ഇടത്തേക്കാലിന് പറ്റുമോ? പറ്റൂല. വലത്തേക്കാലിനോട് ഒത്ത ഒരു ചെരുപ്പ് ഇടത്തേക്കാലിന്, അല്ലേ? വലത്തേ കൈയിനോട് ഒത്തൊരു കൈ ഇടത്തേ കൈ. വലത്തേ ഭാഗത്തുള്ള മൂക്കിന്റെ ഓട്ടയോട് സാമ്യാകുന്ന ഒരു ഓട്ട ഇപ്പുറത്ത്. വലത്തേ കാതിന് അനുസരിച്ച് ഒരു ഇടത്തേ ഒരു കാത്, വലത്തേ ഒരു കണ്ണ് ഇടത്തേ ഒരു കണ്ണ്. എല്ലാറ്റിനും ഒരേ രൂപവും ഒരേ കഴിവുമാണ് അല്ലാഹു നൽകിയത്? അല്ല, മാറ്റണ്ട്. ഓരോന്നിനും ഓരോ രൂപഭാവങ്ങളാണ് അല്ലാഹു നൽകിയത്. വലത്തേ കാല് പോലെയല്ല ഇടത്തേ കാല്, വ്യത്യാസമുണ്ട്. പക്ഷേ ഒന്നിനോട് ചേർന്ന് അല്ലാഹു ഒന്ന് നൽകിയിട്ടുണ്ട്. എല്ലാറ്റിലും അങ്ങനെ ഇളകളുണ്ടോ? ഇണകളുണ്ട്. ആകാശം പറയുമ്പോ തൊട്ട് താഴെ പറയും ഭൂമി. മൃഗങ്ങളിൽ നോക്ക് നിങ്ങൾ, ഒന്നിനോട് ഒക്കുന്ന രീതിയിൽ ഇണകളുണ്ട്. സസ്യങ്ങളിലും അങ്ങനെ ഇണകളുണ്ട്, പഴങ്ങളിലും അങ്ങനെ ഇണകളുണ്ട്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, അറബികളിലൊക്കെ വലിയ വലിയ തോട്ടമുള്ള ആളുകളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കൂലിപ്പണിക്ക് കൊണ്ടുപോകുന്ന ചില ആളുകളുടെ പണി എന്താണ്? അവിടെ ആൺകുലയും പെൺകുലയും വേർതിരിച്ച് ഒന്നിൽ കീറി വെച്ചിട്ട് അതാ ആ കുലകൾക്കൊക്കെ പ്രത്യേക തടിയും കനവും വർദ്ധിപ്പിക്കുന്നു. പരാഗണം നടത്തുക എന്ന് പറയും, അതിന് അറബിയിൽ തഅ്ബീർ എന്ന് പറയും. അങ്ങനെ ഒരു പ്രക്രിയ വരുമ്പോ അവിടെയും 2 എണ്ണവുമുണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. കൊലകളിലാണ് ആ പറഞ്ഞത്, ഈത്തപ്പഴത്തിന്റെ കൊലകളിൽ. വഖലഖനാകും അസ്വാജാ, എല്ലാ ജീവികളിലും എല്ലാ സൃഷ്ടിപ്പിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ തരത്തിലുള്ള വൈവിധ്യങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ഒരേ രൂപവും ഒരേ ഭാവവും അല്ല, ഓരോന്നിനും വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ വെച്ചത്? മനുഷ്യൻ അല്ലാഹുവിന്റെ കഴിവ് മനസ്സിലാക്കാനാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു തആല സംവിധാനങ്ങൾ അങ്ങനെ ഏർപ്പെടുത്തി തന്നു. ഒന്നിനുള്ള ഉപകാരം മറ്റൊന്നുകൊണ്ട് നടക്കുന്നില്ല, അതിനുള്ള ഉപകാരം ഇതുകൊണ്ടും നടക്കുന്നില്ല. വഖലഖനാകും അസ്വാജാ. വിശാലമായി പറയണം, നേരല്ല. അല്ലാഹു തആല അവിടെ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങളെ നാം സൃഷ്ടിച്ചു അസ്വാജൻ, ഇണകളായിട്ട് എന്നാണ്. ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൂചിപ്പിച്ച ഒറ്റ വാക്കാണ് എന്ത്? ഇണ. ഖുർആന് ഭാര്യക്കും ഭർത്താവിനും ഒരേ പേരാ പറഞ്ഞത്, എന്ത്? ഇണ. ഭാര്യ ഭർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. ഖുർആനിലുള്ള പ്രയോഗം ഒറ്റൊന്നാണ്, സൗജ്.
ഇണ എന്നാണ്. ആണിനും അങ്ങനെ തന്നെ സൗജ്, പെണ്ണിനും അങ്ങനെ തന്നെയാണ് ഇണ. എന്താണ് ആ വാക്ക് അറിയിക്കുന്നത്? ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും ഇണയാണ്. അങ്ങനെയാണ് അറിയിക്കുന്നത്. ജീവിതം ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത്, ആ രൂപത്തിലാണ് ഒത്തുപോകേണ്ടത്.